ഖുർആൻ അത് വ്യക്തമായി മക്കളെ പഠിപ്പിക്കുക. ഖുർആനാണ് ഏറ്റവും മനോഹരമായ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ, ഏറ്റവും ഐഡിയലൈസ്ഡ് എന്നെ പുറത്തെടുക്കാൻ ഞാൻ ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആൻ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുക എന്നതാണ്. പരിശുദ്ധ ഖുർആനിനെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ മനസ്സിലാക്കുക, എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നതാണ്. ശബരിമല എന്നൊരു സ്ത്രീയെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. ഈ ശബരിമല അങ്ങേയറ്റം മുസ്ലിം മതവിശ്വാസത്തെ ഇഷ്ടമില്ലാത്ത, എതിർത്തിരുന്ന, അതിനെതിരിൽ പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു തമിഴ്നാട്ടുകാരിയായിരുന്നു. അങ്ങനെ ഇസ്ലാം മതത്തില് സ്ത്രീത്വത്തെ അങ്ങേയറ്റം അവർ എതിർക്കുന്ന മതമാണ്, സ്ത്രീത്വത്തിന് ഒരു അംഗീകാരവും നൽകാത്ത മതമാണ് എന്ന് അവർ എവിടെ നിന്നൊക്കെയോ കേട്ട് മനസ്സിലാക്കി. ഇതിന്റെ അടിസ്ഥാനത്തില് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ, ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ വിമർശിക്കുവാൻ വേണ്ടി തമിഴ്നാട് ഗവൺമെന്റിന്റെ ജോലി അവർ രാജിവെച്ചു. എന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനിരിക്കുക, വിമർശിക്കാൻ, ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കാൻ ഖുർആൻ പഠിച്ചു തുടങ്ങി. സ്ത്രീകൾക്കെതിരിൽ എപ്രകാരമൊക്കെയാണ്, സ്ത്രീത്വത്തിനെതിരിൽ എന്തെല്ലാമൊക്കെയാണ് ഈ ഖുർആനും ഈ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് വായിച്ചു തുടങ്ങുക. അവർ വായിക്കുക. കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ ചോദിക്കും, എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ കുഴിച്ചു മൂടപ്പെട്ടതെന്ന്. അവർ ചിന്തിക്കുകയാണ്, അവർ ചിന്തിക്കുകയാണ്. ഈ പ്രവാചകരെ കുറിച്ചാണോ, ഈ പരിശുദ്ധ ഖുർആനിനെ കുറിച്ചാണോ ഇത്രയേറെ ജീവനോട് പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും, ആ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നും പെൺകുട്ടികളെ കുഴിച്ചു മൂടപ്പെടുന്ന ഓരോരുത്തരും ആ പെൺകുട്ടികളാൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞ് ഉണർത്തി ആ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് എത്തിച്ച ഈ പ്രവാചകരെയാണോ ഞാൻ കുറ്റപ്പെടുത്തിയത്? കൂടുതൽ മനസ്സിലാക്കാൻ പിന്നെയും പിന്നെയും പരിശുദ്ധ ഖുർആൻ പഠിച്ചു, വായിച്ചു. പിന്നീട് അവർ ഇസ്ലാം മതം സ്വീകരിച്ച് ഫാത്തിമ ശബരിമല എന്ന പേര് സ്വീകരിക്കുകയാണ്. സൗദി അറേബ്യ ഗവൺമെന്റ് അവരെ അംഗീകരിച്ചു, അവർക്ക് അവാർഡ് നൽകി. പരിശുദ്ധ കഅബയുടെ കിസ്വ തുന്നാൻ വേണ്ടിയുള്ള അവസരം അവർക്ക് നൽകുകയാണ്. ഈ സമയത്ത് അവർ പറയുന്നുണ്ട്, അവർ ചോദിക്കുന്നുണ്ട്, പരിശുദ്ധ ഖുർആനില്ലേ, അത് അർത്ഥം നിങ്ങൾ പാരായണം ചെയ്യാറുണ്ടോ എന്ന്. ഖുർആനൊക്കെ നമ്മൾ ഓതും, ഖുർആനൊക്കെ 2, 3, 4, 5 നേരം നമ്മളൊക്കെ ഓതുന്നുണ്ട്. ഒരു മാസം സ്ഥിരമായി വർഷങ്ങളോളമായി ഖത്തം തീർക്കുന്ന എത്രയോ ആളുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ ഉണ്ടല്ലോ, അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യുന്നുണ്ടോ? അർത്ഥം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ മക്കളിലേക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? വലിയ ചോദ്യ. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്.